ഏപ്രിൽ 25-ന് അമേരിക്കയിലുണ്ടായ ഏറ്റവും വലിയ ഒരു കറുത്ത അധ്യായമായിരുന്നു വൈറ്റ് ഹൗസ് കറസ്പോണ്ടന്റ് ഡിന്നറിൽ നടന്ന ആ ഒരു വെടിവെപ്പ്. ലോക പോലീസാണ്, ശക്തമായ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അമേരിക്ക തന്നെ ഞെട്ടിയ ദിവസമായിരുന്നു അന്ന്. അതോടെ സുരക്ഷ, അധികാരം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളും സംശയങ്ങളും അന്ന് ഉയർന്നു. സാധാരണയായി മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഭരണകൂടത്തിലെ ഉന്നതരും ഒന്നിച്ചുകൂടുന്ന പ്രതീകാത്മക വേദിയായ വാർഷിക ചടങ്ങ് ആ രാത്രി തന്നെ അമേരിക്കയുടെ ദേശീയ സുരക്ഷയുടെ ചോദ്യമായി മാറി. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, മന്ത്രിസഭാ അംഗങ്ങൾ, പ്രമുഖ മാധ്യമപ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന സംഭവം അമേരിക്കൻ രാഷ്ട്രീയ വ്യവസ്ഥയുടെ കരുത്തിനെയും അതോടൊപ്പം തന്നെ ദൗർലഭ്യങ്ങളെയും ഒരുപോലെ വെളിവാക്കി. വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിൽ നടന്നിരുന്ന പരിപാടി പതിവ് പോലെ ഔപചാരികമായ അന്തരീക്ഷത്തിലായിരുന്നു. അമേരിക്കൻ അധികാര കൈമാറ്റ സംവിധാനത്തെക്കുറിച്ചുള്ള വലിയ ചോദ്യവും ഇതോടെ ഉയരുകയാണ്. അതായത്, പ്രസിഡന്റിന്റെ വധശ്രമമോ അല്ലെങ്കിൽ ഗുരുതര പരിക്കോ സംഭവിച്ചാൽ രാജ്യം എങ്ങനെ മുന്നോട്ട് പോകും, രാജ്യം ആര് ഭരിക്കുമെന്നത്. അമേരിക്കൻ ഭരണഘടനയും പ്രത്യേകിച്ച് 25th അമെൻഡ്മെന്റ് ടു ദി യുണൈറ്റഡ് സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന 25ാം ഭേദഗതിയും ഇതിനുള്ള വ്യക്തമായ ഉത്തരം നൽകുന്നുണ്ട്. അധികാരം വ്യക്തിപരമല്ല, സ്ഥാപനപരമാണ് എന്ന ആശയത്തിലാണ് ഈ സംവിധാനം. അതായത്, പ്രസിഡന്റ് മരിക്കുകയോ രാജിവെക്കുകയോ സ്ഥിരമായി പ്രവർത്തനക്ഷമത നഷ്ടപ്പെടുകയോ ചെയ്താൽ വൈസ് പ്രസിഡന്റ് നേരിട്ട് പ്രസിഡന്റാകും. ഈ സാഹചര്യത്തിൽ JD വാൻസ് ആണ് അടുത്ത അധികാരിയായി വരിക. ഇത് ഇടക്കാല ചുമതലയല്ല, മറിച്ച് പൂർണ്ണ ഭരണഘടനാപരമായ പ്രസിഡന്റിന്റെ അധികാരമാണ്. അതിനാൽ അധികാരശൂന്യത ഉണ്ടാകാതിരിക്കാൻ നിയമം ഉറപ്പു നൽകുന്നതാണ്. പ്രസിഡന്റിന്റെ ആ ശക്തി താത്കാലികമാണെങ്കിലും മറ്റൊരു സംവിധാനം പ്രാബല്യത്തിൽ വരും. ശസ്ത്രക്രിയ പോലുള്ള സാഹചര്യങ്ങളിൽ പ്രസിഡന്റ് സ്വമേധയാ അധികാരം താത്കാലികമായി വൈസ് പ്രസിഡന്റിന് കൈമാറാൻ സാധിക്കും. അപ്പോൾ വൈസ് പ്രസിഡന്റ് ഒരു ആക്ടിംഗ് പ്രസിഡന്റായി പ്രവർത്തിക്കും. പ്രസിഡന്റ് തിരിച്ചെത്തി ചുമതല വീണ്ടെടുക്കുന്നതുവരെ ഈ ക്രമീകരണം തുടരും. അതിലും ഗുരുതരമായ സാഹചര്യം പ്രസിഡന്റിന് സ്വന്തം നില വ്യക്തമാക്കാനാകാത്ത അവസ്ഥയാണ്. അബോധാവസ്ഥയിലായാലോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റാലോ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടാലോ വൈസ് പ്രസിഡന്റും മന്ത്രിസഭയിലെ ഭൂരിപക്ഷവും ചേർന്ന് കോൺഗ്രസിനെ രേഖാമൂലം അറിയിക്കാം. അപ്പോൾ വൈസ് പ്രസിഡന്റിന്റെ അധികാരങ്ങൾ ഏറ്റെടുക്കും. തുടർന്ന് കോൺഗ്രസിന് നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് സ്ഥിരീകരിക്കാനുള്ള അധികാരവുമുണ്ട്. അധികാര കൈമാറ്റം പോലും രാഷ്ട്രീയ തർക്കമാകാതിരിക്കാൻ ഭരണഘടന വ്യക്തമായി തന്നെ അതിൽ നിർവചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഒരേ സമയം എന്തെങ്കിലും സംഭവിച്ചാൽ അധികാര നിലയിൽ അടുത്ത ഹൗസ് സ്പീക്കറാണ്. തുടർന്ന് സെനറ്റ് പ്രസിഡന്റ് പ്രോ ടൈം സ്പീക്കറായിട്ട് വരും. പിന്നെ സ്റ്റേറ്റ് സെക്രട്ടറി, ട്രഷറി സെക്രട്ടറി, പ്രതിരോധ സെക്രട്ടറി എന്നിങ്ങനെ നിയമപരമായ അവകാശ നിര നീളുന്നുണ്ട്. ഈ പട്ടികയുടെ ഉദ്ദേശം വ്യക്തമാണ്. അമേരിക്കൻ ഭരണകൂടം ഒരിക്കലും തലവനില്ലാത്ത ഒരു അവസ്ഥ ഇല്ലാതായി മാറുന്നില്ല. അതായത്, എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് ഇപ്പോൾ ഭരിക്കുന്ന പ്രസിഡന്റിന് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത പേരുകൾ തന്നെ ഇങ്ങനെ നിരന്നു നിൽപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ സംഭവത്തിന് ശേഷം വീണ്ടും ഉയർന്ന പ്രധാന ചർച്ച രാഷ്ട്രീയ അതിക്രമങ്ങളുടെ വർധനവിനെ കുറിച്ചാണ്. തെരഞ്ഞെടുപ്പ് വൈരങ്ങൾ, അതോടൊപ്പം തന്നെ സാമൂഹ്യ ധ്രുവീകരണം, ഓൺലൈൻ തീവ്രവത്കരണം, അതോടൊപ്പം തന്നെ ഭരണകൂടത്തോടുള്ള അസന്തോഷം എന്നിവ ചേർന്നാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പശ്ചാത്തലം ഒരുക്കുന്നതെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ജനാധിപത്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ആയുധത്തിലേക്കുള്ള വഴിത്തിരിവ് ഒരു സമൂഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായി കാണപ്പെടുന്നു. അവസാനമായി പറയുമ്പോൾ, വൈറ്റ് ഹൗസ് കറസ്പോണ്ടന്റ് ഡിന്നറിലുണ്ടായ വെടിവെപ്പ് ഒരു രാത്രിയിലെ സുരക്ഷാ വീഴ്ചയേക്കാൾ വലുതാണ്. അത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ പരീക്ഷണ നിമിഷമായിരുന്നു. സുരക്ഷാ സേനയുടെ വേഗം ഒരു ദുരന്തം ഒഴിവാക്കിയെന്നതാണ് യാഥാർത്ഥ്യം. ഭരണഘടനയുടെ വ്യക്തത അധികാരശൂന്യതയെ തടഞ്ഞു. എന്നാൽ രാഷ്ട്രീയ വൈരാഗ്യം എത്രത്തോളം അപകടകരമായ ഘട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്ക കടന്നു പോകുന്നതെന്ന് തെളിവാണ് അവിടെ സംഭവിച്ച വെടിവെപ്പ്.